ഓക്കെ സോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് ആക്ച്വലി നിങ്ങൾക്ക് അറിയായിരിക്കും. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന മൊബൈൽസ് സെപ്റ്റംബർ റിലീസ് ചെയ്യാൻ പോകുന്നത്, അതായത് ഈ ഇട റിലീസ് ചെയ്തതല്ല, ഇനി അടുത്ത വരുന്ന റിലീസ് ചെയ്യാൻ പോകുന്ന മൊബൈൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ആക്ച്വലി സെപ്റ്റംബർ 23, 24 ആ ഒരു ഡേറ്റിങ്ങിൽ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഡേറ്റ് കിട്ടിയിട്ടില്ല. അതിൻ്റെ 3 മൊബൈൽസാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടണും അതേപോലെ തന്നെ സബ്സ്ക്രൈബും അടിക്കാൻ മറക്കരുത് ഫ്രണ്ട്സ്. അതേപോലെ തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ നന്ദു ടാക് യൂട്യൂബ് ചാനലാണ്. ഞാനാണ് നന്ദു. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റാകാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഇനി അടുത്ത റിലീസ് ചെയ്യാൻ പോകുന്ന റിയൽമി GT Neon 3T 5G എന്ന് പറഞ്ഞതാണ്. ആക്ച്വലി ഇതിൻ്റെ ഡേറ്റ്, റിലീസ് ചെയ്യുന്ന ഡേറ്റ് അവർ ഒരു ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, കൃത്യമായിട്ടുള്ള ഡേറ്റ് കൊടുത്തിട്ടില്ല. 23 എന്നാണ് പറഞ്ഞത്. സ്നാപ്ഡ്രാഗൺ 817 ആണ് വരുന്നത്. അതേപോലെ തന്നെ 29,999 റുപ്യാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 6GB റാം പ്ലസ് 128GB ആണ് വരുന്നത്. അതേപോലെ തന്നെ 64 MBയുടെ 20x ഡിജിറ്റൽ സൂം വൈഡ് ആംഗിൾ പ്രൈം ക്യാമറയാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ 8 MBയുടെ വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്. അതേപോലെ തന്നെ 2 MBയുടെ മാക്രോ ക്യാമറ വരുന്നുണ്ട്. ആക്ച്വലി ഫ്രണ്ട് ക്യാമറ 4K at 13 FPS വീഡിയോ 13 FPS വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. അതേപോലെ തന്നെ LED ഫ്ലാഷ് ലൈറ്റ് ആണ്. 16 MB ആണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. വൈഡ് ആംഗിളിലാണ് വരുന്നത്. ഫുൾ HD at 13 FPS വീഡിയോ റെക്കോർഡിംഗ് വരുന്നുണ്ട്. 5000 mAh ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. 80 വാൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറിങ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഫാസ്റ്റ് ചാർജ് 80 വാൾട്ടിൻ്റെ സൂപ്പർ ഡേർട്ട് ചാർജിങ് ആണ് വരുന്നത്. പറഞ്ഞാൽ 6.62 ഇഞ്ചസ് വരുന്നുണ്ട്. എമുലെ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേക്ക് കടക്കുകയാണെങ്കിൽ 1080x2400 പിക്സൽ വരുന്നുണ്ട് റെസൊല്യൂഷൻ. 120 ഹേർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് സപ്പോർട്ടഡ് ആണ്. ആക്ച്വലി ഈ ഒരു എമൗണ്ടിൽ വരേണ്ട അതേ മെത്തേഡെല്ലാം കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു പ്രൈസ് എമൗണ്ടിൽ വരേണ്ടത് നമ്മൾ ലിസ്റ്റിലെ രണ്ടാമത്തെ മൊബൈലാണ് IQ Neo 6G SE 5G എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഇതിന് 23,000 സംതിങ് വരുന്നുണ്ട്. ആക്ച്വലി സെപ്റ്റംബറിൽ റിലീസ് ചെയ്യാൻ പോകുന്നത് ഇനി വരുന്ന, അതായത് ഒരു 24 ആ ഒരു ടൈമിൽ വരുന്നതാണ്. സ്നാപ്ഡ്രാഗൺ 817 തന്നെയാണ് വരുന്നത്. ഒക്ടാ കോർ വരുന്നുണ്ട്. 3 GHz വരുന്നുണ്ട്. അതേപോലെ തന്നെ 8GB റാം പ്ലസ് 128GB തന്നെയാണ് ഇവിടെയും വരുന്നത്. 6.62 ഇഞ്ചസ് വരുന്നുണ്ട്. 60.81 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. എമുലെ ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ 120 ഹേർട്സിൻ്റെ റീഫ്രഷ് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഡിസ്പ്ലേ വരുന്നുണ്ട് 1400, അതായത് 1080x2408 പിക്സൽ വരുന്നുണ്ട്. ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നുണ്ട്. ഓക്കെ, റെസൊല്യൂഷൻ നമ്മൾ പറയാൻ വിട്ടുപോയി. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 64 MBയുടെ അപ് ടു 10x ഡിജിറ്റൽ സൂമിങ് വൈഡ് ആംഗിൾ പ്രൈമറി ക്യാമറ അവൈലബിൾ ആണ്. ആക്ച്വലി നല്ലൊരു ക്യാമറ തന്നെയാണ് വരുന്നത്. പ്രൈമറി ക്യാമറയാണ്. 8 MBയുടെ അൾട്രാ വയലറ്റ് ക്യാമറ വരുന്നുണ്ട്. 2 MBയുടെ മാക്രോ ക്യാമറ വരുന്നുണ്ട്. അതേപോലെ തന്നെ LED ഫ്ലാഷ് ലൈറ്റ് ആണ്. 4K at 13 FPS വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. 4K ലെവലാണ്. ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 16 MBയുടെ വൈഡ് ആംഗിൾ ലെൻസ് ആണ് വെച്ചിരിക്കുന്നത്. ഫുൾ HD പ്ലസ് 13 FPS വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. 4700 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് തന്നിരിക്കുന്നത്. 80 വാൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് അങ്ങനെ ഇവിടെ അവൈലബിൾ ആയിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നല്ലൊരു IQൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ തന്നെയാണ് ഇവരിവിടെയും കൊടുത്തിരിക്കുന്നത്. IQൻ്റെ നല്ലൊരു മൊബൈൽ ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഒരു തെറ്റില്ല. ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ 23,000 സംതിങ്ങിൽ ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വരേണ്ട ഒരു ഇതെല്ലാം ഇതിൽ കൊടുത്തിട്ട് നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ലാസ്റ്റ് ആണ് വിവോ
T1X. അതാന്ന് വെച്ച് കഴിഞ്ഞാൽ 18,790 ഉള്ളൂ. ആക്ച്വലി കുറച്ച് എമൗണ്ട് കുറഞ്ഞു എന്നാണ് തോന്നുന്നത്. മീഡിയ ടേക്ക് ഡെൻസിറ്റി 900 എന്ന് പറഞ്ഞാൽ അറിയാം. ഓക്കെ, ഒക്ടാക്രോ 2.4 GHz ഫുള്ള് പറയുന്നില്ല, ഇനിയുണ്ട് 1 സിംഗിൾ കോറ വരുന്നുണ്ട്. പക്ഷെ ഞാനത് പറയുന്നത് നമ്മൾ ലെങ്ത് കൂടും. 6GB റാം പ്ലസ് ഇവിടെയും 128GB റാം വരുന്നുണ്ട്. 18,000 സംതിങ്ങിന് 128GB റാം വരുന്നുണ്ട്. 6.58 ഇഞ്ചസ് വരുന്നുണ്ട്. 60.71 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. അതേപോലെ തന്നെ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 1080x2408 പിക്സൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ഡിസ്പ്ലേ വരുന്നുണ്ട്. 64 പ്രൈമറി ക്യാമറയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 2MB മൈക്രോ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ക്യാമറയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ്. അതേപോലെ തന്നെ LED ഫ്ലാഷ് ലൈറ്റ് ആണ്. 4K at 13 FPS വീഡിയോ റെക്കോർഡിങ്ങും നമുക്ക് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 8 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ലെൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ HD പ്ലസ് അറ്റ് 13 FPS വീഡിയോ റെക്കോർഡിങ് ചെയ്യാം. 5000 mAh 4ൻ്റെ വാൾട്ട് ഫാസ്റ്റ് ചാർജറിങ് ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും USB Type-C കേബിൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. ചാർജിങ് പോർട്ട് തന്നെയാണ് ഇവിടെയും വരുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇനി ഇറങ്ങാൻ പോകുന്ന എല്ലാ മൊബൈൽസിലും ഇനി ആ ഒരു മെത്തഡാണ് കൊണ്ടുവരാൻ പോകുന്നത്. ആക്ച്വലി അതായിരിക്കും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നത്. ഈ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും അതായിരിക്കും വേണ്ടി വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെപ്റ്റംബറിൽ ഇറങ്ങാൻ പോകുന്ന മൊബൈൽസ്, ഇനി വരാൻ പോകുന്ന മൊബൈൽസ്. നിങ്ങൾക്ക് ഇനി ഏത് മൊബൈൽസിനെ കുറിച്ച് അറിയേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. മൊബൈൽസ് ഞാൻ നിങ്ങളെ മുന്നിൽ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു, ഇനി കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഇഷ്ടപ്പെട്ട മൊബൈൽസ് ഏതൊക്കെയുള്ളത് അതിനെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്, മിസ്റ്റർ നന്ദു ടാഗ്. ഗുഡ് ബൈ.